ഏറ്റവും വലിയ ഡിസപ്പോയിൻമെന്റ് ചെന്നൈ തന്നെ. പിന്നെ ധോണി തന്നെ രണ്ടാമത് ഏറ്റെടുക്കേണ്ടി വന്നു. അത് നമുക്ക് കാണാനും കൂടെ ഉള്ള വിഷമമുള്ള കാര്യമാണ്. പലപ്പോഴും പ്രായമായ ഒരു ടീമായിട്ട് അശ്വിൻ, ജഡേജ, ധോണി ഇവരെ കളിക്കുന്നു. കഴിഞ്ഞ ഒരു 6-7 വർഷം നോക്കുകയാണെങ്കിൽ സഞ്ജുവിന്റെ ഏറ്റവും ലീൻ IPL സീസണാണ്. ഹൈദരാബാദ് വേറെ ഒരു നിരാശപ്പെടുത്തിയ ടീമാണ്. ട്രാവിസ് ഹെറ്റും അഭിഷേകും ഇഷാൻ കിഷനും ഒക്കെ ഉള്ള ടോപ്പ്. അവർ ചില മത്സരങ്ങളിൽ ചിലർ റണ്ണടിക്കും, ബാക്കിയുള്ളവർ അടിക്കില്ല. കൽക്കട്ടയുടെ നഷ്ടമായിരുന്നു ശ്രേയസ് അയ്യർ പോയത്. അത് പഞ്ചാബ് തെളിയിക്കുകയും ചെയ്തു. ചാഹലിനെ പോലുള്ള സ്പിന്നറെ നന്നായി ഉപയോഗിക്കണമെങ്കിൽ നല്ല ക്യാപ്റ്റൻ വേണം. RCBയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ട്രോഫി നേടാനുള്ള ഏറ്റവും നല്ല വർഷമായിരിക്കും ഇത്. വിരാട് കോഹ്ലി ഒരു നല്ല പ്ലെയറാണ്, നല്ല ക്യാപ്റ്റനാണ്. പക്ഷേ ചിലർക്ക് ട്രോഫി മേടിക്കാനുള്ള യോഗം ആ കൈക്കില്ല എന്ന് പറയും. ഋഷഭ് പന്തിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മോശം സീസണായിരുന്നു. ആ ഒരു ടീം ഓണർ ഇരുന്നിങ്ങനെ ഒരു കൂർത്ത ദൃഷ്ടികളായി എന്താ ശരിയാവാത്ത രീതിയിലുള്ള മുംബൈ പതറിയാണ് തുടങ്ങിയത്. ആദ്യത്തെ മത്സരങ്ങൾ തോറ്റു. പക്ഷെ അത് കഴിഞ്ഞിട്ട് മുംബൈക്ക് ഒരു നല്ല ടീം, മുംബൈക്കാണ് മുൻതൂക്കെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഗുജറാത്ത് ഭയങ്കര യോഗമുള്ള സൈഡാണ്. നമ്മൾ ടോപ്പ് 3 ബാറ്റ്സ്മാൻ റണ്ണടിച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ ആർക്കാന്ന് എന്താ ചെയ്യാൻ. നമസ്കാരം. ക്രിക്കറ്റ് വിശേഷങ്ങളുമായി ഇത് വൺ ഇന്ത്യ മലയാളം. കൂടിയുള്ളത് രാഘവൻ സാറാണ്. നമസ്കാരം സാർ. നമസ്കാരം. IPL ഏകദേശം ഫോട്ടോ ഫിനിഷിലേക്കാണ് പോണേ. 3 ടീമുകൾ പ്ലേ ഓഫ് ഉറപ്പിച്ചു. ഏകദേശം 2 ടീമുകളിൽ ഒരു ടീം കയറും. ലക്നൗ, രാജസ്ഥാൻ, ചെന്നൈ, ഹൈദരാബാദ് ബിഗ് ടീമുകളൊക്കെ പുറത്തായ ഒരു സാഹചര്യമുണ്ട്. ശരിക്കും രാജസ്ഥാൻ അസോസിയേറ്റ് എന്ന് പറയുമ്പോൾ സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ശരാശരി സീസണാണ് പോയത്. ശരിക്കും സാറിനൊരു ഇതിൽ ഈ ഡിസപ്പോയിന്റ് ചെയ്തതിൽ ഏറ്റവും ഡിസപ്പോയിന്റ് ചെയ്ത ടീമുകൾ ഏതായിരിക്കും? ഏറ്റവും വലിയ ഡിസപ്പോയിൻമെന്റ് ചെന്നൈ തന്നെ. തുടങ്ങിയപ്പോൾ ആ മത്സരം ജയിച്ചെങ്കിലും പിന്നെയുള്ള മത്സരങ്ങളിൽ ചെന്നൈ തീരെ നിറമങ്ങിയ മാതിരിയായിപ്പോയി. അതിൽ 2-3 ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന് ഋതുരാജ് ഗേക്വാഡിന് വന്നൊരു പരിക്ക്. അവരെ സാരമായിട്ട് എല്ലാ കൊല്ലം 500 റൺ തരുന്ന ഒരു പ്ലെയറാണ്. അവരുടെ മെയിൻ ബാറ്റ്സ്മാനാണ്, ക്യാപ്റ്റനാണ്. പിന്നെ ധോണി തന്നെ രണ്ടാമത് ഏറ്റെടുക്കേണ്ടി വന്നു. അത് നമുക്ക് കാണാനും കൂടെ ഉള്ള വിഷമമുള്ള കാര്യമാണ്. കാരണം ഒരു നല്ല ഫിനിഷറായിരുന്ന ധോണിക്ക് പലപ്പോഴും കളി ഫിനിഷ് ചെയ്യാൻ പറ്റാതെ വരുന്നു. ധോണി വരുമ്പോൾ സ്പിന്നർമാരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കളി ജയിക്കുമെന്ന് എതിരെയുള്ള ക്യാപ്റ്റന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ടീമിന് സ്ട്രക്ചറൽ വീക്ക്നെസ് എന്തൊക്കെയോ ഉണ്ടായിരുന്നു എല്ലാം പുറത്തേക്ക് വന്നു. പലപ്പോഴും പ്രായമായ ഒരു ടീമായിട്ട് അശ്വിൻ, ജഡേജ, ധോണി ഇവരെ കളിക്കുന്നു. അപ്പോൾ ചെന്നൈ ടീമിലൊരു സമൂലമായ ഒരു മാറ്റം അടുത്ത സീസണിൽ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം എന്നാൽ മാത്രമേ അവർക്ക് ചെയ്യാൻ പറ്റൂ. ധാരാളം ഫാൻ ഫോളോയിങ് ഉള്ള ഒരു ടീമാണ്. അപ്പോൾ അത്രയും ഫാൻസിനെ അവർ നിരാശപ്പെടുത്തിയെന്ന് പറയേണ്ടി വരും. രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷകൾ കുറവായിരുന്നു. നമ്മൾ നേരത്തെ അവരുടെ ഓപ്ഷൻ സ്ട്രാറ്റജിയിൽ എന്തോ പാളിച്ചകൾ പറ്റിയിരുന്നു എന്ന് തോന്നി. അവർ സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ നമ്മുടെ പ്രതീക്ഷ സഞ്ജു ആയിരുന്നു. സഞ്ജുവിന് ഈ സീസണിലെ പരിക്ക് കാരണം അങ്ങോട്ട് ശോഭിക്കാനായിട്ട് സാധിച്ചില്ല. അത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു 6-7 വർഷം നോക്കുകയാണെങ്കിൽ സഞ്ജുവിൻ്റെ ഏറ്റവും ലീൻ IPL സീസണാണ്. ഒരു ഹാഫ് സെഞ്ചുറി മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടൊരു നിരാശയുണ്ട്. പക്ഷേ രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു വൈഭവ് സൂര്യവംശി എന്ന് പറഞ്ഞൊരു താരം അവരുടെ ഇതിൽ വന്നു, കളിച്ചു. നമുക്കെല്ലാം കാണാൻ സാധിച്ചു. സ്റ്റിൽ ഏർലി ഡേയ്സ്, പറയാൻ പറ്റില്ല എവിടെ എത്തുന്നുള്ളത്. 14 വയസ്സ് മാത്രമുള്ള ഒരു പയ്യനാണ്. പക്ഷേ ആ ഒരു പെർഫോമൻസ് നമ്മളെല്ലാവരെയും ഞെട്ടിപ്പിച്ചു, വല്ലാതെ സന്തോഷവും നൽകി. യശസ്വി ജയ്സ്വാളിന്റെ പെർഫോമൻസ് ഇപ്പോഴും പറയണം. കൊണ്ടുപോയി നല്ല എക്സലന്റ് പെർഫോമൻസ് ആയിരുന്നു യശസ്വി ജയ്സ്വാളിന്റെ. ഹൈദരാബാദ് വേറെ ഒരു നിരാശപ്പെടുത്തിയ ടീമാണ്. ധാരാളം പ്രതീക്ഷകളുണ്ടായിരുന്നു. കഴിഞ്ഞ പോലത്തെ പെർഫോമൻസും പാറ്റ് കമ്മിൻസ് ലീഡ് ചെയ്യുന്നു, ഫസ്റ്റ് മാച്ചും നന്നായി കളിച്ചു. പക്ഷേ എന്തോ ഒരു ടീം യോജിച്ച് കളിച്ചില്ല. കാരണം ട്രാവിസ് ഹെറ്റും അഭിഷേകും ഇഷാൻ കിഷനും ഒക്കെ ഉള്ള ടോപ്പ്. അവർ ചില മത്സരങ്ങളിൽ ചിലർ റണ്ണടിക്കും, ബാക്കിയുള്ളവർ അടിക്കില്ല. അപ്പോൾ ഒരു ഒത്തൊരുമയോട് കൂടി ആ ടീമിന് മുമ്പോട്ട് പോകാൻ സാധിച്ചിട്ടില്ല. അവരും നിരാശപ്പെടുത്തി. ഇവർ മൂന്നുമാണ് ഏറ്റവും നിരാശപ്പെടുത്തിയ ടീമുകൾ നമുക്ക് പറയാനുള്ളത്. പിന്നെ നോക്കുകയാണെങ്കിൽ കൽക്കട്ട ഒരു ഓൾറൗണ്ട് സൈഡ് ആയിരുന്നു. പക്ഷേ ക്രിട്ടിക്കൽ മത്സരങ്ങൾക്ക് അവർക്ക് ആ ഒരു ഇത് നന്നായി ചെയ്യാൻ സാധിച്ചില്ല. ഇവിടെയും ഇപ്പൊ നമ്മൾ പറയാം ഒരു മെന്റലി പറഞ്ഞ പഞ്ചാബ് ഗെയിം ഒക്കെ ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ പല മത്സരങ്ങളിലും ജയിക്കാവുന്ന പല മത്സരങ്ങളും അവർ തോറ്റു. പഞ്ചാബായിട്ടുള്ള മത്സരം തന്നെ എടുക്കുകയാണെങ്കിൽ അവർക്ക് പറ്റിയത് ഇന്നും തിരിഞ്ഞു നോക്കുമ്പോൾ ഏറ്റവും വലിയ മിസ്റ്റേക്ക് ശ്രേയസ് അയ്യരെ കളയുണ്ടായിരുന്നു. കാരണം ശ്രേയസ് അയ്യർ എത്ര നല്ല ക്യാപ്റ്റനാണെന്ന് അദ്ദേഹം പഞ്ചാബിനെ നയിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. കാരണം ഒരു നന്നായി ബാറ്റ് ചെയ്യുന്നും ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു, നന്നായി സ്ട്രാറ്റജൈസ് ചെയ്യുന്നുണ്ട്. ആ ഒരു ക്ലോസ് മാച്ച്, ഇപ്പോൾ സാധാരണ T20 ഒരു ക്ലോസ് മാച്ച്, പ്രത്യേകിച്ച് 2 സൈഡ് ബൗൾ ഔട്ടാക്കിയ ഒരു മാച്ച് കാണാറില്ല. അപ്പോൾ അതുപോലെ ഒരു മത്സരത്തിൽ എത്ര നന്നായ ഒരു ക്യാപ്റ്റന് ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നുള്ള ശ്രേയസ് അയ്യർ മത്സരത്തിൽ കാണിച്ചു തന്നു. അപ്പോൾ പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കംബാക്കിൻ്റെ ഒരു വർഷമാണെന്നുണ്ട്. അതിന് ശ്രേയസ് അയ്യർക്ക് തീർച്ചയായിട്ടും അഭിമാനം എടുക്കാനും സാധിക്കും. നല്ല പ്ലെയേഴ്സിനെ കൊണ്ട് പ്രഭ്സിംറൻ, അതുപോലെ പ്രിയാൻഷാരിയ, നേരത്തെ തന്നെ അജിൻ പറഞ്ഞിട്ടുള്ള ഒരു പ്ലെയറാണ്. പക്ഷെ ഒരു ആദ്യ IPL കളിക്കുകയാണെന്നുള്ളൊരു യാതൊരു സങ്കോചവും കൂടാതെ യാതൊരു പേടിയും. ഇവിടെ ഈ പറഞ്ഞ പോലെ ഒരു 30 റൺസ് ആണെങ്കിലും അത് കൺസിസ്റ്റന്റ് ആയിട്ട് എല്ലാ മാച്ചിലും തരുന്നുണ്ട്. അത് മാത്രമല്ല, ഇപ്പൊ നമ്മൾ ടോട്ടൽ റൺ സ്കോറേഴ്സ് ലിസ്റ്റ് ടോപ്പ് 20 ഇപ്പോൾ പ്രിയാൻഷാരി വന്നു. അതിൻ്റെ അർത്ഥം കൺസിസ്റ്റന്റ് ആയിട്ട് സ്കോർ ചെയ്യുന്നു. 1-2 മത്സരങ്ങളിൽ മാത്രമുള്ള ഒരു ഇതല്ല. അപ്പോൾ അത് അവരുടെ ഓപ്പണിംഗ് സ്റ്റാൻഡ് എപ്പോഴും വളരെ നല്ലൊരു ഇതിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. അതുമാതിരി ബൗളിങ്ങിൽ ഹർഷീപ് സിംഗും
ജാൻസണും ചാഹലും. ചാഹലിനെ വളരെ നന്നായിട്ട് ഉപയോഗിച്ചു. ചാഹലിനെ പോലുള്ള സ്പിന്നറെ നന്നായി ഉപയോഗിക്കണമെങ്കിൽ നല്ല ക്യാപ്റ്റൻ വേണം. നേരത്തെ സഞ്ജു ചെയ്തിരുന്ന കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ അതേപോലെ നന്നായി ഉപയോഗിക്കാനായിട്ട് ശ്രേയസ് അയ്യർക്ക് സാധിച്ചു. അപ്പൊ ഒരു നല്ല ക്യാപ്റ്റന് എത്രത്തോളം ഒരു സൈഡിന്റെ ഫോർച്യൂൺസ് മാറ്റാന്നുള്ളത്. കഴിഞ്ഞ വർഷം ശ്രേയസ് അയ്യരെ കൽക്കട്ടയിൽ കാണിച്ചപ്പോൾ നമ്മളൊക്കെ ഗംഭീറിന്റെ ക്രെഡിറ്റ് കൊടുത്തിരുന്നു. ഗംഭീറിന്റെ ക്രെഡിറ്റ് ഇല്ലാന്നല്ല പറയുന്നത്, പക്ഷേ അത് ഇങ്ങോട്ട് വന്ന് പഞ്ചാബിൽ ഇത്രയും നന്നായി ചെയ്യുമ്പോൾ നല്ലൊരു ശ്രേയസ് അയ്യർക്കും ഉണ്ട്. ഇല്ല, അന്നും ഈ പറഞ്ഞ പോലെ കുറെ ചർച്ചകൾ ഉണ്ടായല്ലോ. ക്യാപ്റ്റൻസിയുടെ പേരിൽ ഇപ്പൊ വേണ്ട പോലെ അറിയിച്ച പരിഗണന കിട്ടിയില്ല. ഇപ്പൊ ടീം റീറ്റെയിൻ പോലും ചെയ്യില്ല. ഓപ്ഷൻ ആണെങ്കിലും ഏകദേശം ഒരു പ്രൈസ് പോയിന്റ് കഴിയുമ്പോഴത്തേക്കും അവര് ശ്രേയസിന് വേണ്ടി ബിഡ് ചെയ്തില്ല. പക്ഷെ അതേസമയം ഏകദേശം ആ പ്രൈസിന് തന്നെ വെങ്കടേഷ് അയ്യരെ ടീമിലേക്ക് എടുക്കുകയും ചെയ്യും. അതാണ് വലിയൊരു അത്ഭുതം. കാരണം ഒരു ട്രോഫി ജയിച്ചൊരു ക്യാപ്റ്റനെ എടുക്കാതെ വേറൊരു പ്ലെയറെ റീറ്റെയിൻ ചെയ്യുന്നു, അത് നല്ലൊരു പ്രൈസ് കൊടുത്തിട്ട്. അപ്പോൾ എന്തൊക്കെയോ ടീമിൽ ഒരു കുഴപ്പം ഉണ്ടായിരുന്നു വേണം മനസ്സിലാക്കാനായിട്ട്. കൽക്കട്ടയുടെ നഷ്ടമായിരുന്നു ശ്രേയസ് അയ്യർ പോയത്. അത് പഞ്ചാബ് തെളിയിക്കുകയും ചെയ്തു. RCBയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ട്രോഫി ഏറ്റവും നല്ല വർഷമായിരിക്കും ഇത്. ഒരു നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു, കൺസിസ്റ്റന്റ് ആയിട്ട് പല പ്ലേയേഴ്സ് മാൻ ഓഫ് ദി മാച്ച് ആവുന്നു. അതൊരു ഇതുണ്ടായിരുന്നു. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, വിരാട് കോഹ്ലി ഒരു നല്ല പ്ലെയറാണ്, നല്ല ക്യാപ്റ്റനാണ്. പക്ഷേ ചിലർക്ക് ട്രോഫി മേടിക്കാനുള്ള യോഗം ആ കൈക്കില്ല എന്ന് പറയും. ഇപ്പം അന്താരാഷ്ട്ര ടൂർണമെന്റിൽ ഇന്ത്യ കളിച്ചപ്പോൾ തന്നെ പലപ്പോഴും ലോകകപ്പ് ജയിക്കാനായിട്ടൊക്കെയുള്ള പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് സാധിച്ചില്ല കോഹ്ലി ക്യാപ്റ്റനായിരിക്കുമ്പോൾ. അതുമാതിരി തന്നെ ഇപ്പോൾ കോഹ്ലിമാർ രജത് പട്ടിദാർ വരുമ്പോൾ വലിയ വ്യത്യാസമുള്ള സൈഡൊന്നും ആയിട്ടില്ല, പക്ഷെ അവർക്ക് നന്നായി ചെയ്യാനായിട്ട് സാധിച്ചു. സിനാറിയോ മാറി. കൃണാൽ പാണ്ഡ്യയുടെ പെർഫോമൻസ്, അതുമാതിരി ഹേസൽവുഡിന്റെ ബൗളിംഗ്, ഇത് രണ്ടും അവരുടെ സ്റ്റാൻഡേർഡ് പെർഫോമൻസ് ആണ്. അത് നമ്മൾ പ്രത്യേകിച്ച് കൃണാൽ പാണ്ഡ്യ, കാരണം വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല ഇത് തുടങ്ങുന്നതിന് പക്ഷെ നല്ലൊരു സ്പിന്നർക്ക് എങ്ങനെ ആ ഹിറ്റ് ലോവേഴ്സ് ഒന്നും നന്നായിട്ട് മാർഷ് ചെയ്ത് ബൗൾ ചെയ്യാൻ റൺസ് വഴങ്ങാതെ വിക്കറ്റും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയ ഫാക്ടറാണ്. ലക്നൗ സൂപ്പർ ജയൻസിനെ പറ്റി പറയുകയാണെങ്കിൽ അവർക്ക് ധാരാളം തിരിച്ചടികളുണ്ടായി. ഒന്ന്, ക്യാപ്റ്റന്റെ ഫോം തന്നെ. ഇത്രയധികം പൈസ കൊടുത്തു വന്നതിന്റെ പ്രശ്നമാണോ അതെയോ കണ്ടിന്യൂസ് ക്രിക്കറ്റ്, ഇഞ്ചുറിയിൽ നിന്ന് മടങ്ങി വന്ന് കണ്ടിന്യൂസ് ക്രിക്കറ്റ് കളിച്ചതിന്റെ സ്ട്രെയിൻ ആണോ എന്നറിയില്ല. ഋഷഭ് പന്തിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മോശം സീസണായിരുന്നു. വലിയ സങ്കടം തോന്നിപ്പോയിരുന്നു. കാരണം പന്തിനെ പോലെ പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്ലെയർ, നല്ലൊരു ക്യാപ്റ്റനാണ്, പക്ഷേ പന്തിനൊന്നും ചെയ്യാൻ സാധിക്കില്ല. അത് മാത്രമല്ല, ആ ഒരു ടീം ഓണർ ഇരുന്ന് ഇങ്ങനെ ഒരു കൂർത്ത ദൃഷ്ടികൾ, എന്താ ശരിയാവാത്ത രീതിയിലുള്ള വിമർശനങ്ങളും എല്ലാം വരുമ്പോഴത്തേക്കും ഇവ ട്രമെൻഡസ് പ്രഷർ. അവർ ചോദിക്കുകയാണെങ്കിൽ പന്തിനൊരു ചെറിയ ബ്രേക്ക് കളിന്ന് കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം പന്തിനെ പോലെ ഒരു പ്ലെയറെ നമ്മൾ റീറ്റെയിൻ ചെയ്യണം. എല്ലാ മത്സരവും കളിപ്പിക്കേണ്ട ആവശ്യമില്ല, അത്രയ്ക്കൊരു എക്സ്പ്ലോസീവ് പ്ലെയറാണ്. അപ്പം ആവശ്യം വരുന്ന സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കേണ്ടി വരും. അത് ടീം മാനേജ്മെൻറ്റും ബോർഡും കൂടി ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യമാണ്. ഒരു ലൈഫ് ത്രെറ്റനിങ് ആക്സിഡൻറ്റിൽ നിന്നാണ് പന്ത് മടങ്ങി വന്നത്. കഴിഞ്ഞ ഒരു വർഷം ഏകദേശം ഒരു ബ്രേക്ക് ഇല്ലാതെ തന്നെ കളിച്ചിട്ടുണ്ട്. ടെസ്റ്റ് മത്സരം കളിക്കുന്നു, T20 കളിക്കുന്നു, വൺ ഡേ കളിക്കുന്നു, എല്ലാം കളിക്കുന്നു. വേൾഡ് കപ്പ് ചാമ്പ്യൻസ് ട്രോഫിയിൽ കളിച്ചില്ല എന്ന് വിചാരിച്ച അദ്ദേഹം അപ്പോൾ ടീമിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഒരു ബ്രേക്കേ കിട്ടിയിട്ടില്ല. അങ്ങനെ നിരന്തരമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ടെക്നിക്കൽ ഇത് വന്നു കഴിഞ്ഞാലോ ഫെറ്റീഗ് ഉണ്ടല്ലോ, ബോഡിയിൽ പ്രശ്നമുണ്ടോ അറിയാൻ സാധിക്കില്ല. അപ്പോൾ ആ ഒരു പ്രശ്നം പന്തിന് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഇൻട്രസ്റ്റിൽ പന്തിനൊരു ബ്രേക്ക് കൊടുക്കണമെന്നാണ്. ഇപ്പോൾ ഡൽഹി ക്യാപിറ്റൽസിനും ഒരു നല്ല സീസൺ ആയിരുന്നു. സീസണിൻ്റെ ആദ്യത്തെ 4 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ പിന്നീട് അങ്ങോട്ട് അവർക്കും ഈ പറഞ്ഞ പോലെ 2 മത്സരങ്ങളെ ഉപേക്ഷിച്ചു. അതേസമയം ഈ പറഞ്ഞ പോലെ ചെറിയ കൺസേണുകൾ ഉണ്ടായിരുന്നു. ഫാഫ് ഡുപ്ലസിക്ക് ഒരു സാധാ സീസണായിരുന്നു, അഭിഷേക് പോറലിന് ഒരു സാധാ സീസൺ, ജേക്ക് ഫ്രീസ്മാൻകോക്കിന് ഒരു ഫ്ലോപ്പ് സീസണായിരുന്നു. എക്സെപ്റ്റ് രാഹുൽ, ട്രിസ്റ്റൻ സ്റ്റെപ്സ് ആരും അങ്ങനെ ഷൈൻ ചെയ്യാത്തൊരു സാഹചര്യം വരുന്നു. ശരിക്കും ഡൽഹി ഈ ഒരു സിറ്റുവേഷനിൽ പ്ലേ ഓഫിൽ കയറുമ്പോഴത്തേക്കും അവരുടെ ഒരു സിനാറിയോസ് ഭയങ്കരമായിട്ട് മാറുമല്ലോ. ഡൽഹിയും മുംബൈയും തമ്മിലാണ് ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ പ്ലേ ഓഫിനുള്ള സാധ്യത. മുംബൈ പതറിയാണ് തുടങ്ങിയത്, ആദ്യത്തെ മത്സരങ്ങൾ തോറ്റു. പക്ഷെ അത് കഴിഞ്ഞിട്ട് മുംബൈക്ക് ഒരു നല്ല സ്റ്റീം കിട്ടി, നന്നായി കളിച്ച് ജയിച്ച് അങ്ങോട്ട് വന്നു. അപ്പോൾ ആ ടീം അങ്ങോട്ട് സെറ്റായി നന്നായി അൺവിന്നബിൾ സിറ്റുവേഷൻസ് ഇന്ന് മടങ്ങി ജയിക്കാനായിട്ട് സൈഡിന് സാധിച്ചു. പക്ഷേ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ആ ആദ്യത്തെ മൊമെന്റം അങ്ങോട്ട് പോയി. അവർ ഇത് പോകുന്നതാണ് കണ്ടത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് ആ തിരിച്ചു വരാനായിട്ട് സാധിച്ചിട്ടില്ല. ഡൽഹി നോക്കുമ്പോൾ അത്ര സ്ട്രോങ് സൈഡ് അല്ല, പക്ഷേ രാഹുലിൻ്റെ നല്ല പെർഫോമൻസ് ആയിരുന്നു. നോക്കേണ്ട ഒരു കാര്യമാണ്. അക്സർ പട്ടേൽ വാസ് എ ഗുഡ് ക്യാപ്റ്റൻ. ആ റിസോഴ്സ് മാർഷൽ ചെയ്യാനായിട്ട് അക്സർ പട്ടേലിന് സാധിച്ചിരുന്നു. അതുമാതിരി നമ്മൾ മിച്ചൽ സ്റ്റാർക്കിൻ്റെ വിക്കറ്റ് ടേക്കിംഗ് എബിലിറ്റീസ് പല മത്സരങ്ങളിലും അത് വളരെ ഇതായിട്ട് കാണുന്നു. അപ്പോൾ ഇപ്പോഴത്തെ ഒരു നോക്കുകയാണെങ്കിൽ രണ്ടുപേരും മാറ്റിയ മുംബൈക്കാണ് മുൻതൂക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. നേരത്തെ പറഞ്ഞ ക്രിക്കറ്റിൽ എന്ത് സംഭവിക്കാമെന്നുള്ളൊരു ഇത് ഒരു കാവിയേറ്റ് അവിടെ പറയേണ്ടി വരും. മുംബൈയെ സംബന്ധിച്ചിടത്തോളം ആ ടീം നന്നായിട്ട് ജെല്ല് ചെയ്തു. സൂര്യകുമാർ യാദവ് ഫോമിലായി, അതുപോലെ ട്രെൻ ബോൾട്ടിൻ്റെ ബോളിംഗ്, ദീപക് ചാഹർ വിക്കറ്റ്സ് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം അവർ ആ ടീം കൊണ്ട് നന്നായിട്ട് സെറ്റ് ചെയ്ത് വന്നതിൻ്റെ എല്ലാ ലക്ഷണമുണ്ട്.
ഈ പറഞ്ഞ പോലെ അതോടൊപ്പം ഗുജറാത്ത് ടൈറ്റൻസിന്റെ പെർഫോമൻസും എടുത്തു പറയേണ്ടത്. അതായത് 2 പ്ലേയേഴ്സ് 600 റൺസ് കൂടുതൽ എടുക്കുന്നു. അതായത് 2 പ്ലേയേഴ്സ് മാത്രം ഏകദേശം 1200 റൺസ് ടീമിലേക്ക് കൊണ്ടുവരിക. 1 ഡൗൺ ബാറ്ററും അത്രത്തോളം തന്നെ പെർഫോമൻസ് കാഴ്ചവെക്കുക. പക്ഷേ ഈ 3 ബാറ്റേഴ്സിനെ മാത്രം കേന്ദ്രീകരിച്ചാണ് പെർഫോമൻസ് പോകുന്നതെങ്കിലും ബോളിംഗ് സൈഡും കുഴപ്പമില്ലാതെ ഇത് ചെയ്യുന്നുണ്ട്. ശരിക്കും ഗുജറാത്തിന്റെ ഒരു മാജിക്ക് ആഷിഷ് നെഹ്റ ശരിക്കും എന്താ ചെയ്തതെന്നുള്ളത് പലർക്കും ഒരു ചോദ്യം കൂടിയാണ്. ഈ ഗുജറാത്ത് ഭയങ്കര യോഗമുള്ള സൈഡാണ്. നമ്മൾ നോക്കേണ്ടെങ്കിൽ ആരും പ്രതീക്ഷിക്കാത്ത വർഷങ്ങളിലാണ് ഗുജറാത്ത് വന്ന് IPL ജയിക്കുകയും അത് കഴിഞ്ഞ് ചെയ്യും. ഈ വർഷത്തെ സ്റ്റാൻഡേർഡ് ഇപ്പോഴത്തെ 10 വിക്കറ്റിനൊക്കെ ജയിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ അൺഹേർഡ് ഓഫ് ആണ്. വളരെ അനായാസമായിട്ട് എളുപ്പമുള്ള ടാർഗറ്റ് ആയിരുന്നില്ല അത്. അത് അവർ വളരെ എളുപ്പത്തിൽ ബാറ്റ് 200 ആയിരുന്നു ടാർഗറ്റ്. 200 10 റൺസ് പെർ എളുപ്പമുള്ള ടാർഗറ്റ് അല്ല. പക്ഷെ അവർ വളരെ ഒരു വാക്ക് ഇൻ ദ പാർക്ക് എന്ന് പറയുന്നവരെ അവരങ്ങോട്ട് കളിച്ച് ജയിക്കുകയാണ് ചെയ്തത്. അവരുടെ ഏറ്റവും നല്ല ബോളർ എന്ന് വിശേഷിക്കാവുന്ന റഷീദ് ഖാൻ നല്ല സീസണല്ല, അതും നമ്മളിവിടെ ഓർക്കണം. പക്ഷെ എന്നിട്ട് കൂടി അവർക്ക് ജയിക്കാൻ സാധിച്ചു. അപ്പോൾ ആ ടീമിൻ്റെ ഉള്ളിലുള്ളൊരു പോസിറ്റീവ് എനർജി ഭയങ്കരമായിട്ട്. പിന്നെ ഈ പറയുന്ന ടോപ്പ് 3 ബാറ്റ്സ്മാൻ റൺ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ ആർക്കാന്ന് എന്താ ചെയ്യാൻ? ഗില്ല്, സുദർശൻ, ബട്ട്ലർ, ഇവരും എക്സെപ്ഷണലി ഗുഡ് സീസൺ. ഇവർ 3 പേരും ആ ടോപ്പ് റൺ സ്കോറേഴ്സിൽ 15 പേരിൽ നിൽക്കുന്നു. 1 and 2 പേര് 2 പേര് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പറഞ്ഞ ബട്ട്ലറെ പിന്നെ പ്രസീദ് കൃഷ്ണ വിക്കറ്റ് ടേക്കിംഗ്. ശരിക്കും ഈ പ്രസീദ് കൃഷ്ണയുടെ എപ്പോഴും പറയുന്നുണ്ട് ആക്ക് ഇഞ്ചുറീസ് വന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യൻ ടീമിൽ ഏറ്റവും സ്ഥിരമായിട്ട് നിൽക്കേണ്ടിരുന്ന ബോളർ. അതുകൊണ്ടാണ് പലപ്പോഴും അവസരങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ വേൾഡ് കപ്പ് ടീമിലോ അതുമാതിരിയുള്ള പല സമയത്തും പ്രസീദ് കൃഷ്ണയെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ എവിടേക്കോ ശരിയാവുന്നുണ്ടായിരുന്നില്ല. ചിലപ്പോൾ ഇതൊരു ബ്രേക്ക് ത്രൂ സീസൺ ആയേക്കാം. ഈ ഒരു സീസണിൻ്റെ ഇതുകൊണ്ട് 2ാം സൈറ്റിലേക്ക് വരികയാണെങ്കിൽ മേ ബി he will be able to. കാരണം ഇപ്രാവശ്യത്തെ ബൗളിംഗ് കണ്ടു കഴിഞ്ഞാൽ IPL ഈസിലി ദ ബെസ്റ്റ് ഫാസ്റ്റ് ബോളർ. യാതൊരു സംശയമില്ലാതെ തന്നെ നമുക്ക് പറയാം. എല്ലാ മാച്ചും ഷുവർ ഷോട്ട് വിക്കറ്റ്സ് ഉണ്ട്. അതും നല്ല ടീമിനെതിരെയാണ് കളിക്കുന്നത്, നല്ല ബാറ്റ്സ്മാനെതിരെയാണ് കളിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇതിൽ നന്നായി വൈഭവ് സൂര്യവംശിയുടെ വിക്കറ്റ്സ് എല്ലാവരും അത് തന്നെയല്ലേ എടുത്തത്. പിന്നെ അതുപോലെ തന്നെ സിറാജ് ബോൾട്ട്, സിറാജിനെ വരെ കളഞ്ഞാണ്. അപ്പോൾ അവിടെ നിന്ന് എടുത്തിട്ട് സിറാജിനെ കൊണ്ടുവന്ന് സിറാജ് കുഡ് ബി റീഇൻസ്റ്റേറ്റഡ്. അപ്പോൾ അത് മാത്രമല്ല, ഇതിൽ നമ്മൾ അടുത്ത വിഷയത്തിലേക്ക് വന്ന ക്യാപ്റ്റൻസിയാണ്. ഗില്ലിൻ്റെ ക്യാപ്റ്റൻസി ഒരു നല്ല ക്യാപ്റ്റൻ എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ ഉള്ളൊരു എക്സാമ്പിളാണ് ഗില്ല് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. നേരത്തെ ശ്രേയംസ് അയ്യറുടെ ക്യാപ്റ്റൻസിയെ പറ്റി പറഞ്ഞു. ശ്രേയംസ് അയ്യർ ഓൾസോ ഹസ് ലെഡ് ദ സൈഡ് വെരി വെൽ. ഗില്ല് ഹസ് ഓൾസോ ഡൺ വെരി വെൽ. പിന്നെ നന്നായി ഒരു ക്യാപ്റ്റൻ ഓപ്പൺ ചെയ്ത് റൺസ് അടിക്കുമ്പോൾ അതിൻ്റെ ഒരു ആത്മവിശ്വാസം സൈഡിനും ഉണ്ടാവും, ക്യാപ്റ്റനും ഉണ്ടാവും. അത് ദാറ്റ് ഈസ് റിഫ്ലക്ട് ഇൻ ദ പെർഫോമൻസ് ഓൾസോ. Subscribe to One India and never miss an update.